ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കൊടകിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു. ഇത് എൻ്റെ പപ്പയുടെ പെങ്ങടെ മോളാണ് കേട്ടോ, സൗമ്യ എന്ന് പറഞ്ഞുകൊണ്ട്. ചേർത്തലയിലേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് അവളെ. അപ്പോൾ അവളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. കൊടകിലൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അനിയത്തിൻ്റെ കുഞ്ഞു കൊച്ചാണ്, 1 വയസ്സേ ഉള്ളൂ ഒരെണ്ണത്തിന്, ഇളയ കൊച്ചിന്. അപ്പോൾ എല്ലാവരും റെഡിയായി വരുമ്പോഴത്തേക്ക് 6:30 ആയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഇട്ടില്ല. അപ്പോൾ ഞങ്ങൾ വയനാട് കൂടെയാണ് പോണത്. പോകുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂർ വഴി അതിൽക്കൂടെയും പോവാം, പക്ഷെ കണ്ണൂർ വഴി റോഡൊക്കെ നന്നാക്കണേ കൊണ്ട് അതിൽക്കൂടെ പോയില്ല. അപ്പോൾ വയനാട് കൂടിയാണ് പോയത്. കണ്ണൂർ കൂടി പോവുകയാണെങ്കിൽ ഇച്ചിരി കൂടി നേരത്തെ എത്തിയേനെ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തന്നെയാണ് അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അവിടെ കൊടകിൽ എത്തിയിട്ട് വീട്ടിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട്, അവിടുത്തെ രീതി ഡ്രസ്സൊക്കെ മാറിയിട്ട് പെട്ടെന്ന് മധുരവെപ്പ്, അവിടെ മൈലാഞ്ചി കല്യാണം എന്ന് പറയും, തേരണമംഗലം എന്ന് പറയും കൊടക് ഭാഷയിൽ. അപ്പോൾ തേരണമംഗലത്തിന് പോവാനായിട്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിങ്ങനെ സ്പീഡിൽ പോവാം. പിന്നെ പിള്ളേർക്ക് ഛർദിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ബെൻസുനും ഉണ്ടായിരുന്നു, ക്രിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അനിയത്തിൻ്റെ കൊച്ചിനും ഒക്കെ ഛർദിയായിരുന്നു കേട്ടോ. അപ്പോൾ വയനാട് ചുരം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര വളവാണ്, ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് മഴ മാറി. പിന്നെ അങ്ങോട്ട് കൊടകിൽ ഫുള്ള് മഴയാട്ടോ. ഞങ്ങൾ തിരിച്ച് വരുന്ന വരെ മഴയായിരുന്നു. കൊടകിൽ കല്യാണം ഉള്ളത് എൻ്റെ പപ്പയുടെ ചേച്ചിയുടെ മോക്കടെ മോൻ്റെയാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു കല്യാണം തീരുമാനിച്ചതൊക്കെ, പെട്ടെന്നായിരുന്നു. അപ്പോൾ എനിക്ക് ബുക്കൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൂടി രണ്ടും കൂടി തീർത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. ഇപ്പോൾ ഞങ്ങൾ വയനാടൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുട്ട പോണ വഴിയാണ്. ഇവിടെ പോണ വഴിക്ക് തോൽപ്പെട്ടി എന്നൊക്കെ ഓരോ സ്ഥലങ്ങൾ കിട്ടും. അവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പറമ്പ് കാപ്പിത്തോട്ടമാണ് താഴെയും വെള്ളമൊക്കെ കാണുന്നത്. അവിടുത്തെ വേലി കണ്ടോ, നല്ല രസമാണ് വേലി കാണാൻ. അതൊരു ചെടി കൊണ്ടാണ് ഇങ്ങനെ വേലിയായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് അത് നേരെ വെട്ടി ഇങ്ങനെ നിർത്തും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഫോറസ്റ്റ് കിട്ടും നമുക്ക്. ഇത് വേനൽ കണിക്കൊന്നൊക്കെ ഉണ്ടാവണ സമയത്ത് സീസണിൽ ഈ കാട് മൊത്തം മഞ്ഞ കളർ കണിക്കൊന്ന നിറഞ്ഞിരിക്കും കേട്ടോ, അത്ര ഭംഗിയായിരിക്കും. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടു. പിന്നെ പോയിട്ട് അപ്പം തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് കല്യാണത്തിലേക്ക് പോവുക കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ആങ്ങളുടെ വീട്ടിലേക്കാണ് പോയിട്ട് അവിടുന്ന് റെഡി ആയിട്ട് പോണയാണ് ഈ കാണുന്നത്. അപ്പോൾ ആങ്ങളയുടെ ഭാര്യയാണ് മുമ്പിൽ വരുന്നത്, മൂത്ത ആങ്ങളെന്നുകൊണ്ട് വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യ. പിന്നെ അത് മോളാണ്. ഇപ്പോൾ ഞാനും കൊടകിലെ രീതിയിൽ സാരിയൊക്കെ ഉടുത്ത് പോവുകയാണ് കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. കൊടകിലെ രീതി ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിസരമൊക്കെ കണ്ടോ, നല്ല പച്ചപ്പ്, നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊടകിലേക്ക് പോയാൽ അവിടുത്തെ കാറ്റ് എല്ലാം കാരണം കറുത്തു പോകട്ടോ എൻ്റെ മുഖം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വേർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ കാറ്റ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും സ്കിന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ വാഴ വെട്ടുക, ഇങ്ങനെ വാഴയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് 3, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് 3 അങ്ങനെ ഉണ്ടാവും. അതൊക്കെ വാഴയൊക്കെ വെട്ടി ഇങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുമായിരുന്നു. കുറച്ച് താമസിച്ചു പോയി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. എൻ്റെ ചേച്ചിമാർ, കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ വല്യമ്മയുടെ ഭർത്താവ് വല്യച്ഛനാണ്. എല്ലാവരും ഞങ്ങൾ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ. ഇത് എൻ്റെ ആങ്ങളമാരാണ്, വല്യച്ഛൻ്റെ മക്കളാണ്.
ഉമേഷ് എന്ന് യെല്ലോ കളർ ഷർട്ട് ഇട്ട ആങ്ങളയുടെ പേര് ഉമേഷ്. ഈ ആങ്ങളയുടെ പേര് അനു എന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആങ്ങളയാണത്. ഇത് ഉമേഷ് ആങ്ങളയുടെ പേര്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും എൻ്റെ കസിൻസാണ് കേട്ടോ. ഇതേ മുമ്പിൽ കയറിപ്പോണ എൻ്റെ ചേച്ചി, വല്യച്ഛൻ്റെ മോള്, ഉമേഷ് എന്ന് പറഞ്ഞില്ല, ഉമേഷിൻ്റെ അനിയൻ. ഇത് എൻ്റെ വല്യമ്മയുടെ മോൻ, അമ്മയുടെ ചേച്ചിയുടെ മോൻ. ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തക്കാരാണ് കേട്ടോ. മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണേ. ദേ കല്യാണ ചെറുക്കൻ ഇവിടെ മധുരം കൊടുക്കുവാണ്. അപ്പോൾ കല്യാണ ചെറുക്കനെ കൊടകിൽ പുത്തങ്കാര എന്ന് പറയും. ഇത് കൂടെ ഇരിക്കുന്നത് ബോജക്കാര എന്ന് പറയും. പുത്തങ്കാര, ബോജക്കാര. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മധുരമൊക്കെ കൊടുക്കുവാണ്. ഇവർ രണ്ടുപേരും അരി സ്റ്റേജിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും സ്വന്തക്കാരാണ്. സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെ പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഡെക്കറേഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ എല്ലാവരും ഓരോന്ന് പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും സ്റ്റേജിൽ അരിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അവർ ഇറങ്ങി വരുവാണ്. പിന്നെ ഈ പെട്ടി വെക്കണത് നമ്മൾ പ്രസൻറ്റേഷൻ എന്തെങ്കിലും കൊടുക്കൂലേ, അപ്പോൾ അതിലേക്കാണ് ഇടുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ കല്യാണ ദിവസമാണ് സ്റ്റേജിലേക്ക് കയറിയിട്ട് ഇങ്ങനെ കവറൊക്കെ കൊടുക്കണം. കവർ എന്ന് പറഞ്ഞാൽ പൈസ ആയിട്ടോ നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റേജിൽ കയറിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബോജക്കാര ചെറുക്കനെ ഇങ്ങനെ കല്യാണ ചെറുക്കനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അവിടുത്തെ വേഷം കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ കമൻറ്റും അറിയിക്കണേ. ഒത്തിരി സ്വന്തക്കാരാണ് ഇങ്ങനത്തെ വേഷം ഇടുകയുള്ളൂ. അപ്പോൾ മുക്കാലി എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ഒരു 3 കാലുള്ള ഒരു ഇതുണ്ട്, ചെറുത്. അപ്പോൾ അതിൽ കല്യാണ ദിവസമാണ് ഇരിക്കുന്നത്. അതിനൊക്കെ മുമ്പ് ഇരിക്കരുതെന്നൊക്കെ ഞങ്ങളുടെ അമ്മ ഒക്കെ വഴക്ക് പറയുമായിരുന്നു കല്യാണത്തിന് മുമ്പ്. അപ്പോൾ അങ്ങനെ അതിൽ മുക്കാലിൽ കല്യാണ ദിവസമാണ് ഇരുത്തണത്. അങ്ങനെ 3 റൗണ്ട് ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്ന മുക്കാലിയുടെ 3 റൗണ്ട് വരും. ഇതേ സ്റ്റേജിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, ആ ഫോട്ടോ കാവേരി, ഞങ്ങളുടെ കൊടകിലെ ദൈവമാണ് കാവേരി. അപ്പോൾ കാവേരി ദേവിയുടെ ഫോട്ടോ, അവിടുത്തെ അമ്പലത്തിൻ്റെയും ദേവിയുടെ ഒക്കെ ഉള്ള ഒരു വലിയ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുലദൈവമാണ് കാവേരി. അപ്പോൾ ആ ഫോട്ടോയിലേക്ക് അരി ഇങ്ങനെ 3 പ്രാവശ്യം അരി ഇടും. സൂര്യൻ്റെ നേരെ അരിയിട്ട് എന്നിട്ട് 3 പ്രാവശ്യം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇങ്ങനെ മുമ്പിലേക്ക് വന്ന് ഇരിക്കും. അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് മിസ്സായിപ്പോയി. ബേട്ടൻ ഇവിടെ എല്ലാവരെ കണ്ട് എന്നെക്കാളും പരിചയമുള്ളവരാണ് ഈ ബേട്ടന്. ഒത്തിരി ആൾക്കാർ പരിചയം. ഇത് ചെറുക്കൻ്റെ അമ്മയാട്ടോ, ദീനു എന്നാണ് പേര്, ദീനു. അപ്പോൾ എൻ്റെ അമ്മായിയുടെ മോള്, പപ്പയുടെ പെങ്ങളുടെ മോള്. അപ്പോൾ അവരുടെ മോൻ്റെയാണ്. ഇപ്പോൾ പെണ്ണിനെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതേ കുടയൊക്കെ ചൂടി സ്റ്റേജിലേക്ക്. അപ്പോൾ പെണ്ണിൻ്റെ കൂടെയും ഒരാളുണ്ടാവും. അപ്പോൾ പെണ്ണിന് പുത്തൻകാർത്തി എന്ന് പറയും, കൂടെ നിൽക്കുന്ന ആൾ ബോജക്കാർത്തി എന്ന് പറയും. അപ്പോൾ പെണ്ണിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ദൈവത്തിൻ്റെ ഇങ്ങനെ അരിയൊക്കെ ഇടും. 3 പ്രാവശ്യം അരിയിട്ട് വന്ദിക്കും. വിളക്കിന് ഇങ്ങനെ നമസ്കാരം ചെയ്യും. പിന്നെ ഇങ്ങനെ പെണ്ണ് 3 റൗണ്ട് ഇങ്ങനെ വരും. പിന്നെ സൂര്യനിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അരിയൊക്കെ ഇടും. അരിയിട്ട് പിന്നെ ചുറ്റും വരും. ആ ഇരിക്കുന്ന മുക്കാലി ഉണ്ടല്ലോ, മുക്കാലിയുടെ ചുറ്റും ഇങ്ങനെ വരും. സ്പീഡിൽ പറയുമ്പോൾ കുറേയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഇങ്ങനെ പുത്തൻകാർത്തിനെ ബോജക്കാർത്തി 3 റൗണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ മുക്കാലിയിൽ ഇരുത്തും. പിന്നെ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നത്, എൻ്റെ അമ്മയും ആങ്ങളെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ അവരില്ല. അപ്പോൾ അവർ വന്നില്ലായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ വീട്ടിലാണ് അവിടെ ഞങ്ങൾ താമസിച്ചത്. എന്നിട്ട് അവിടെ മുക്കാലിൽ നമസ്കാരമൊക്കെ ചെയ്ത് 3 പ്രാവശ്യം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ട് കാലെടുക്കും. കാലിലൊക്കെ വെള്ളിയുടെ കുറേ ഇതൊക്കെ ഉണ്ടാവും. രാത്രിത്തെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു. ക്ഷീണം മൊത്തം എല്ലാം കാരണം മൊബൈൽ എടുക്കാതെയാണ് പോയത്. അപ്പോൾ രാത്രിത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി മൈലാഞ്ചി വെക്കലൊക്കെ ഉണ്ടായിരുന്നു. അത്
ഞാൻ എബേട്ടൻ്റെ ഫോണിലുണ്ട്, അതിൽ നിന്ന് ഇതിലേക്ക് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതൊക്കെ ആങ്ങളമാരുടെ ഭാര്യ കേട്ടോ, ഭാര്യമാരാണ്. ഇത് ഒരാങ്ങളയുടെ ഭാര്യ, ഇത് ഉമേഷ് എന്ന് പറഞ്ഞ ആങ്ങളയുടെ ഭാര്യ. അപ്പോൾ ഇത് എൻ്റെ ചേച്ചി, വല്യച്ഛൻ്റെ മോള് ചേച്ചി. ഇത് എൻ്റെ മാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയാട്ടോ. ആങ്ങളെയും അമ്മയുടെ അനിയത്തിയുടെ മോളും ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അമ്മയുടെ നാത്തൂൻ, ആങ്ങളയുടെ ഭാര്യയും ഈ വൈറ്റ് ബ്ലൗസ് ഇട്ടത് ഇത് എൻ്റെ കസിൻ മാമൻ്റെ മോളാണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെടുത്തുന്നത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കൊടകിൽ എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് ആചാരം, പിന്നെ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വീഡിയോ എടുത്തിട്ടത്. ഇതാണ് വല്യമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചി, ചേച്ചിയുടെ മോളും. അമ്മയുടെ ചേച്ചിയുടെ മോളെ കണ്ണൂരിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. അപ്പോൾ അവർ കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ ചേച്ചി ഫാമിലി അവർ എല്ലാവരും കൂടി, ചേച്ചിയുടെ മക്കളാണ് രണ്ടുപേരും. അവർ 4 പേരും ഇരുന്ന് എന്താണ്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബെൻസു ഇവിടെ ഓടി നടക്കുന്നുണ്ട്, കുഞ്ഞു ഓടി നടക്കുന്നുണ്ട്, ഒത്തിരി പിള്ളേർ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ കൊടുക്കുന്നത് സ്റ്റേജിൽ കയറി. ഇതാണ് എൻ്റെ വല്യച്ഛൻ, എൻ്റെ പപ്പയുടെ കൂടെ ഉള്ള ചേട്ടൻ. അപ്പോൾ ഇതാണ് വല്യച്ഛൻ. അപ്പോൾ പപ്പയ്ക്ക് 2 മൂത്ത ആങ്ങളന്മാരും ഒരു അനിയനും, പിന്നെ ഒരു അനിയത്തിയും ഒരു ചേച്ചിയാണ് പപ്പയ്ക്ക്. അപ്പോൾ മൂത്ത വല്യച്ഛൻ്റെ മോനാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് പ്രസൻറ്റേഷനൊക്കെ കൊടുത്തു. ഇതൊക്കെ എൻ്റെ കസിനാണ്. അപ്പോൾ എല്ലാവരും സ്വന്തക്കാരാണ്. എൻ്റെ മാമൻ, എൻ്റെ അമ്മയുടെ ആങ്ങള. ഒത്തിരി ഇഷ്ടമാണ്, ഞങ്ങളൊക്കെ ഒത്തിരി കാര്യമാണ്. അപ്പോൾ നിർത്തി ഒരു വീഡിയോ ഒക്കെ എടുത്തു. അവിടെ വേഷം കണ്ടോ, ആ അരയിലൊക്കെ ഇരിക്കുന്ന വെള്ളിയുടെയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കസിനാണ്. ഒത്തിരി എൻജോയ് ചെയ്ത ഒരു കല്യാണമായിരുന്നു. ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു 8 വർഷം കൂടുതലായെന്ന് തോന്നുന്നു ഞാൻ കൊടകിൽ കല്യാണം കൂടിയിട്ട്. ഇത് പപ്പയുടെ പെങ്ങളും വല്യച്ഛൻ്റെ ഭാര്യയും നാത്തൂനും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കൊടകിലെ രാജാക്കന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എബേട്ടൻ. ഇതാണ് പപ്പയുടെ ഇളയ അനിയത്തി. അപ്പോൾ അമ്മയുടെ മോളാണ് ഞങ്ങളുടെ കൂടെ വന്നത്. ഇനി ഞങ്ങളാണ് സ്റ്റേജിൽ കയറിയിട്ട് പ്രസൻറ്റേഷൻ ഞങ്ങൾ പൈസ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ മക്കളെ കൊണ്ട് എല്ലാം തലയിൽ അരിയിടും ആദ്യം, എന്നിട്ട് കവറിൽ ഇങ്ങനെ അരി ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കല്യാണ ചെറുക്കൻ്റെ കാല് പിടിച്ച് ഇങ്ങനെ വന്ദിക്കും. അപ്പോൾ കല്യാണത്തിനാണ് കല്യാണം കഴിഞ്ഞവരുടെ ആണ് കാല് ഇങ്ങനെ പിടിക്കുന്നത്, ആശീർവാദം മേടിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അനിയത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അനിയത്തിയും അവിടുത്തെ കൊടകിലെ വേഷമാണ് ഇട്ടത്. അവിടുത്തെ കല്യാണം കൂടുമ്പോൾ അവിടുത്തെ വേഷം ഇട്ടാലാണ് എല്ലാവർക്കും ഇഷ്ടമാവുള്ളൂ. അപ്പോൾ അവിടുത്തെ രീതിക്ക് നടക്കും. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം കാണുമ്പോൾ ഞങ്ങളൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം കാണൂല. വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ വീട്ടിലേക്കല്ലേ പോകണേ, അപ്പോൾ എല്ലാവരും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കല്യാണമൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ണൂരിലുള്ള ചേച്ചി എല്ലാവരും ഇങ്ങനെ കൊടുത്തു. എബേട്ടന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഞാൻ എബേട്ടനോടും ഇങ്ങനെ പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറഞ്ഞു. എബേട്ടൻ പറഞ്ഞു നീ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എബേട്ടനോടും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ നോക്കി നിൽക്കുക കേട്ടോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ചേച്ചിയുടെ കൊടുത്തു കഴിഞ്ഞു, ഇനി എബേട്ടനാണ്. പിള്ളേർക്ക് ഒത്തിരി കസിൻസ് പിള്ളേർ കൂട്ട് കിട്ടിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിച്ച് ഓടി നടക്കുക കേട്ടോ. കല്യാണ ചെറുക്കൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ വല്യമ്മയുടെ മോൻ്റെ മോളാട്ടോ. മോക്ഷ എന്നാണ് പേര്. അവൾക്ക് കൊടകിലെ രീതി ചെറിയൊരു കുട്ടി സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പുറകിൽ 2 കുഞ്ഞു പിള്ളേരെ നിർത്തും.
അവർ ഇങ്ങനെ അരി ഇടുമ്പോൾ അരി തുടയ്ക്കും, ഇങ്ങനെ ടവൽ കൊണ്ട് ഒരു ടവൽ പിടിച്ചിട്ട് ഇങ്ങനെ അരിയൊക്കെ തുടച്ച് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ റെഡിയാക്കിയിട്ട് നിർത്തണത്. ഇപ്പോൾ പ്രസൻറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കല്യാണ ചെറുക്കൻ്റെ അമ്മയുടെ അമ്മ, അത് എൻ്റെ പപ്പയുടെ പെങ്ങള്. അങ്ങനെയാണ് ഇവരായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനെ അതിൽ പാലാണ് ഇപ്പോൾ കൊടുത്തത്. പാലിങ്ങനെ ഒത്തിരി സ്വന്തമുള്ളവർ പാല് കൊടുക്കും, എന്നിട്ട് കാല് തൊട്ട് വന്ദിക്കും. മൂത്തവരുടെ കല്യാണ ചെറുക്കൻ കാല് തൊട്ട് വന്ദിക്കും. എന്നിട്ട് എല്ലാവരും പ്രസൻറ്റേഷൻ കൊടുത്തു. ഇപ്പോൾ കഴിക്കുവാണ്. ഫുഡ് അടിപൊളിയായിരുന്നു. മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ഇഡ്ഡലി കഴിക്കുന്നവർക്ക് ഇഡ്ഡലി, ചോറ് ഉണ്ണുന്നവർക്ക് ചോറ്, ഇടിയപ്പം, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പന്നി ഇറച്ചിയാണ് അവിടുത്തെ മെയിനായിട്ട്. പന്നി ഇറച്ചി ഉണ്ട്, ചിക്കനും ഉണ്ട്, മട്ടൻ ബിരിയാണിയൊക്കെ ആയിട്ട് അടിപൊളി ഭക്ഷണമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ. ഈ പച്ചസാരി ഉടുത്തത് എൻ്റെ അമ്മയുടെ അമ്മ, ഇവരുടെ അമ്മയുടെ അമ്മ, ചേട്ടത്തി, അനിയത്തി, അങ്ങനെയുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ഇത് എൻ്റെ അമ്മായി, മാമൻ്റെ ഭാര്യ, മോളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാമൻ ഇഡ്ഡലിയും പോർക്ക് കറിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴാണോ ഇഡ്ഡലി കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. ഇത് എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഇളയ മോള്. അപ്പോൾ ഇവർ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 ആഴ്ച മുമ്പ് ഇടേണ്ടതായിരുന്നു. ഞാൻ വന്നിട്ട് ഇവിടെയും കല്യാണം ഉണ്ടായിരുന്നു, കേരളത്തിൽ ചാച്ചൻ്റെ മോക്കടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ താമസിച്ചു പോയി. എന്നിട്ട് ഒരു പായസം കിട്ടി, പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏതാണ് ഫുഡ് ഇഷ്ടം അത് മേടിച്ച് കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം. അതുപോലെ ആയിരുന്നു. ഇത് എൻ്റെ കൂടെ ഇരിക്കണേ, ഇത് എൻ്റെ വല്യച്ഛൻ്റെ മോളാണ്. മൂത്ത വല്യച്ഛന് 3 മക്കൾ, രണ്ടാമത്തെ വല്യച്ഛന് 2 മക്കൾ, ഞങ്ങൾ 2 പേര്. അങ്ങനെയാണ്. ഇതൊക്കെ കസിൻസ് പിള്ളേരാണ്. അപ്പോൾ എല്ലാവരും ഇതേ അവൾ കറിയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കളിയാക്കി, വീഡിയോയിൽ നീ ഇങ്ങനെ തന്നെ വരുമെന്ന് പറഞ്ഞ് കളിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ മാല ഇടലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടൽ ചടങ്ങാണ്. കുറേ ചടങ്ങാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ ചടങ്ങ്. നല്ല രസമാണ് കൊടകിലെ കല്യാണം, നല്ല അടിപൊളിയാണ്. നിങ്ങൾ കുബേരൻ സിനിമയിലൊക്കെ കുറച്ച് ഇതിൻ്റെ സീനൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടാവും. ഇതേ ഇപ്പോൾ തലയിൽ തൊപ്പി വെച്ച ആ ചേച്ചിയില്ലേ, അവർ ഇപ്പോൾ സംബന്ധ പറയുമെന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ ഒരാൾ പെണ്ണിൻ്റെ ഭാഗത്തും ഒരാൾ ആണിൻ്റെ ഭാഗത്തും ഇങ്ങനെ നിൽക്കും. എന്നിട്ട് സംബന്ധം പറയുമോ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ എല്ലാ സ്വത്തിനും എല്ലാ എന്നാ തൊഴുത്തിനും അങ്ങനെ കിണറ്റിനും വീടിനും എല്ലാത്തിനും ചെറുക്കന് ബന്ധമുള്ള എല്ലാത്തിനും പെണ്ണിനും ബന്ധമുണ്ടോയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കലാണ്. അതെനിക്ക് അറിയാൻ പാടില്ല. അവർ അങ്ങനെ ചോദിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതൊരു രീതിക്ക് ഇങ്ങനെ ചോദിക്കും, നല്ല രസമാണ് അതൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന്ന് തൊട്ട് പറമ്പ് വരെ ഉള്ള എല്ലാ സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതൊക്കെ പെണ്ണിനും അവകാശം ഉണ്ടോ എന്നൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാരെ ചോദിക്കുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അതൊക്കെ എല്ലാ ബന്ധമുണ്ട്, പെണ്ണിനും ബന്ധമുണ്ട് എന്ന് പറയും. പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിക്കും, പെണ്ണ് ഇങ്ങനെ അമ്മായി അമ്മ കൊള്ളൂല, അങ്ങനെയൊക്കെ ഓരോ ഇങ്ങനെ രീതിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെ ഞങ്ങളാണ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. നല്ല രസമാണ് അത് കേൾക്കാൻ. അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ നമ്മുടെ രീതിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ഓരോ ചടങ്ങാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ചെറുക്കൻ്റെ അമ്മയാണ് ഈ നിൽക്കുന്ന സൈഡിൽ. ഇവിടെ ചെറുക്കൻ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടില്ലേ, അവരുടെ കൂടെ നിൽക്കുന്ന ചെറുക്കൻ്റെ അമ്മയാണ്. അപ്പോൾ എല്ലാവരെ കാണാൻ പറ്റി, ഒത്തിരി സന്തോഷമായി. പിന്നെ സൗണ്ട് ഞാൻ താഴെ നിന്നതുകൊണ്ട്, പിന്നെ വീഡിയോക്കാർ ഫോട്ടോ എടുക്കേണ്ടവരൊക്കെ അവിടെ നിന്നതുകൊണ്ട് ഒത്തിരി സൗണ്ടായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ച് മ്യൂട്ട് ആക്കിയിട്ട് കുറച്ച് സൗണ്ട് കുറച്ചിട്ട് ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കണത്. അപ്പോൾ കൊടക് ഭാഷയിലാണ് പറയണത്, അതുകൊണ്ട് മനസ്സിലാവാത്ത കൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതേ അവിടുത്തെ സാരിക്ക് മാച്ചായിട്ടുള്ള തലയ്ക്ക് തുണി കണ്ടോ. സാരി ഉടുത്തവരൊക്കെ തലയിൽ തുണി കിട്ടിയിട്ടില്ല. അത് വാടകയ്ക്ക് കിട്ടും കേട്ടോ. ചിലർ മേടിക്കും. പിന്നെ സാരിക്ക് മാച്ചായിട്ട് അത് വാടകയ്ക്കൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ റെഡ് കളറൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും. മാച്ച് അതത് സാരിക്ക് എല്ലാ സാരിക്കും മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കല്യാണത്തിന് മേടിച്ച സാരിക്കൊക്കെ ഇതൊക്കെ വാടകയ്ക്ക് കിട്ടും. ഈ ബ്ലാക്ക് ഷർട്ടും അതൊക്കെ വാടകയ്ക്ക് കിട്ടും. പക്ഷേ എൻ്റെ ആങ്ങളമാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ഉണ്ട്. ആ തുണിക്കൊക്കെ അരയിൽ കെട്ടിയ തുണിക്കൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ അരയിലിട്ട കത്തിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരു സംഭവമൊക്കെ, അതൊക്കെ വെള്ളിയുടെ ആണ് കേട്ടോ. അതൊക്കെ നല്ല രസമാണ്. ട്രഡീഷണൽ ഡ്രസ്സാണ് കൊടകിലത്തെ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കച്ചിമുട്ട് സാധനം എന്ന് പറയും. കച്ചിമുട്ട് സാധനം എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ ഇങ്ങനെ കുടവും ചെമ്പ് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെയാന്ന് തോന്നുന്നു. ഇങ്ങനെ ആ ബാഗിൽ ആ തുണിയിൽ കെട്ടിയിരിക്കുന്നത്, അത് കെട്ടിയിട്ട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അരി അതിലേക്ക് ഇട്ട് അങ്ങോട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കൊടുക്കും. ഇതൊരു ചടങ്ങായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത്. എന്നിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് തടഞ്ഞു നിർത്തും. ചെറുക്കനെ പെണ്ണിനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുമ്പ് തടഞ്ഞു നിർത്തും. നല്ല രസമാണ് ഓരോ ചടങ്ങ്. ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം ഓരോ ചടങ്ങുണ്ടാവും. ദേ എൻ്റെ കുട്ടി ബേബി ഇവിടെ നിൽക്കുവാണ് നല്ല സുന്ദരിയായിട്ട്. കൊടകിലത്തെ ചെറിയൊരു സാരിയാണ് ഉടുപ്പിച്ചത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും തടഞ്ഞു നിർത്തി എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരെ താഴേക്ക് വിടും കേട്ടോ. അപ്പോൾ കേട്ട് നിൽക്കുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും, തമാശയൊക്കെ പറയും. അപ്പോൾ ചിരിയൊക്കെ വരും. എന്നിട്ട് ചെറുക്കനും പെണ്ണും താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് ഇനി കുറേ ചടങ്ങൊക്കെ ഉണ്ട്. ഞാൻ കുറേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം ഞാൻ കുറേ നാളായിട്ട് എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരോടും വർത്താനം പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഇതൊക്കെ ചേച്ചിമാരാണ് എൻ്റെ. പിന്നെ ഇവിടെ ഒരു പായസമാണ് ചൂടോടെ, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊടകിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെറ്റിലടക്കം മുറുക്കും. അന്നത്തെ ദിവസം ഇറച്ചിയൊക്കെ കഴിക്കണതല്ലേ, അപ്പോൾ പല്ലൊക്കെ വൃത്തിയാവാൻ വേണ്ടി ഇതൊന്ന് കഴിക്കും. അപ്പോൾ മൂത്തവരൊക്കെ കഴിക്കും. പിന്നെ ഇത് വാലക ഡാൻസാണ്. അപ്പോൾ ഞാനും കുറച്ച് വാലക ഡാൻസ് കളിച്ചു. സ്വന്തക്കാർ കസിൻസ് പിള്ളേരൊക്കെ കൂടി നന്നായി വാലക ഡാൻസൊക്കെ കളിച്ചു. എന്നിട്ട് ഇവിടെ പെണ്ണ് ഗംഗാപൂജ ചെയ്യുന്ന സമയമാണ്. ഇങ്ങനെ കിണറ്റിലാണ് ശരിക്കും ഗംഗാപൂജയൊക്കെ ചെയ്യണേ. ഇപ്പോൾ അവിടെ ആ ഓഡിറ്റോറിയത്തിൽ ആ സ്ഥലത്ത് കിണറില്ലാത്ത കൊണ്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലേക്കാണ് പൂജ ചെയ്യണത്. ഇപ്പോൾ സൂര്യന് പ്രാർത്ഥിച്ച് സൂര്യനിലേക്ക് അരിയിടും. അരിയിട്ടിട്ട് ഇനി വെറ്റിലടക്കം ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി വിടും. എന്നിട്ട് ഇങ്ങനെ കാല് തൊട്ട് വന്ദിക്കും. അപ്പോഴത്തേക്ക് വാലക ഡാൻസിന് ചുറ്റും ഇങ്ങനെ വാലക കളിച്ചോണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ കസിൻസ് പിള്ളേരാട്ടോ, എല്ലാവരും സ്വന്തക്കാരാണ്. അപ്പോൾ ഇനി തേങ്ങ പൊട്ടിക്കണയാണ്. തേങ്ങ പൊട്ടിച്ച് അത് തേങ്ങ പൊട്ടണ രീതിക്ക് ഇങ്ങനെയൊക്കെ പറയും, ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പെണ്ണ് തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് തേങ്ങ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടും. എന്നിട്ട് തൊട്ട് വന്ദിച്ച് പൊട്ടൊക്കെ തൊടണം. ഇത് ഞങ്ങളുടെ കാവേരി ദേവിയുടെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് കിണറാണെങ്കിൽ കിണറ്റിലേക്ക് ഇങ്ങനെ പൊട്ടൊക്കെ കുത്തും. എന്നിട്ട് കല്യാണ പെണ്ണും ഇങ്ങനെ പൊട്ടൊക്കെ ഇടണം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് വന്നു. ഇതിൻ്റെ കുറേ വീഡിയോ ഉണ്ട്, ഇനി പുറകെ വന്നായിരിക്കും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചത്.
എന്നിട്ട് ഇങ്ങനെ ഗംഗാപൂജയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നിൽക്കും. തിരിഞ്ഞ് നിന്നിട്ട് കല്യാണ പെണ്ണിൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഇത് എടുത്തു കൊടുക്കും, വെള്ളം വെച്ച് കൊടുക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. തിരിഞ്ഞ് നിന്നിട്ട് ദേ കല്യാണ പെണ്ണിൻ്റെ തലയിലേക്ക് വെള്ളം വെച്ച് കൊടുക്കും. ആദ്യം മുമ്പിൽ ഒരു കൊച്ചിങ്ങനെ വിളക്കൊക്കെ പിടിച്ചുകൊണ്ട് മുമ്പിൽ ഒരു കൊച്ചിങ്ങനെ നിൽക്കണം. അതിൻ്റെ നടുക്കാണ് കല്യാണ പെണ്ണ് നിൽക്കണേ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു കൊച്ചിങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പെണ്ണിനെ വിടൂല, തടഞ്ഞു നിർത്തി ഇങ്ങനെ വാലക ഡാൻസ് കളിക്കും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരുണ്ടെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരാണ് തടഞ്ഞു നിർത്തി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് ചെറുക്കൻ വന്നിട്ട് എന്തെങ്കിലും എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അവർക്ക് ആവശ്യമുള്ളത് കൊടുത്താലാണ് പെണ്ണിനെ വിടുള്ളൂ. അതൊക്കെ ഓരോ ചടങ്ങാണ് കേട്ടോ, തമാശയ്ക്കുള്ള ഓരോ ചടങ്ങാണ്. ഡാൻസൊക്കെ ഉണ്ടായിരുന്നത്, ഗംഗാപൂജ ഉണ്ടായിരുന്നത്. മേളിലേക്ക് വന്നപ്പോൾ ദേ പിന്നെ ഫുഡാണ്. ഇത് പന്നി കറിയാണ്. പിന്നെ ഇത് അതിൻ്റെ കൂടെ ഇരിക്കുന്ന ചിക്കൻ കറിയാണ് ഫുഡ് പിന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുക്കുംബരും പിന്നെ ഇത് പൈനാപ്പിളിൻ്റെ ഒരു ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതുണ്ടായിരുന്നു, ബജ്ജി എന്താ പറയുക ഇതിന്, സവാള ഓനിയൻ പക്കോട ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ പെണ്ണിനെ 6 മണി ആകുമ്പോഴാണ് കയറ്റുള്ളൂ, അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാലം എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ നല്ല സമയം 6 മണി എത്ര നിമിഷമായിരുന്നു. ആ സമയത്താണ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കയറാൻ പറ്റുള്ളൂ. അതുവരെ അവിടെ തടഞ്ഞു നിർത്തി, പെണ്ണിനെ തടഞ്ഞു നിർത്തിയിട്ട് ഡാൻസ് കളിക്കും. ദേ ആങ്ങള ഇങ്ങനെ ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ ആങ്ങളെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് 6 മണിയായപ്പോൾ ഇങ്ങനെ കയറ്റി വിട്ടു. എന്നിട്ട് 6 മണിയായപ്പോൾ ദേ വൈകുന്നേരത്ത് പിന്നെയും ഭക്ഷണം ഉണ്ടായിരുന്നു. പൂരി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു. ചൂടോടെ ദേ പനീർച്ചൊക്കെ അപ്പം തന്നെ ചൂടാക്കി തന്നെ. ഇത് മട്ടൻ ബിരിയാണിയാണ്. ഇത് സാലഡ്, കുക്കുംബറൊക്കെ ഇട്ട് നല്ല സാലഡായിരുന്നു. ചോറുണ്ടെന്ന് അതൊക്കെ ചോറുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയുടെ കൂട്ടുകറി എന്ന് പറയും ഞങ്ങളവിടെ, അതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പന്നി, ഇത് ബീൻസൊക്കെ ഇട്ട് ഇത് ചിക്കൻ കറിയായിരുന്നു. പിന്നെ മോര അത് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരെ ഇതിൻ്റെ തന്നെ ബാക്കി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.